ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ നൈറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ശരിക്കും കിടക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ റുട്ടീൻ എങ്ങനെയാണ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ നൈറ്റാണ്. അപ്പോൾ തേഴ്സ്ഡേ നൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈഡേ ഇവിടെ ഓഫാണല്ലോ. അപ്പോൾ ഫ്രൈഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ഹസ്ബൻഡിന് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ വന്നാൽ കോൾ വരും. അങ്ങനെയല്ല, പൊതുവേ ഇവിടെ ഓഫ് എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തേഴ്സ്ഡേ നൈറ്റിലാണ് നമ്മൾ മൂവി കാര്യങ്ങളൊക്കെ കാണാറ്. അപ്പോൾ അങ്ങനെ ഇന്നൊരു മൂവി നൈറ്റാണ്. അപ്പോൾ നമ്മൾ മൂവി കാണാനുള്ള റെഡി ആവുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നൈറ്റിലാണ് മൂവി കാണുക. കാരണം ഫ്രൈഡേ നമുക്ക് ഹസ്ബൻഡിന് വർക്കില്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ അങ്ങനെ എന്നും എണീക്കുന്ന പോലെ എണീക്കൊന്നും വേണ്ട, കുറച്ച് ലേറ്റായിട്ട് എണീച്ചാൽ മതി. അപ്പം അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും മൂവി നൈറ്റാണ്. അപ്പോൾ നമ്മൾ മൂവി കാണാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി മോർണിംഗ് കാണാം. അപ്പോൾ അതാ മോർണിംഗ് പ്രയറിന് വേണ്ടിയിട്ട് എണീച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പ്രയർ കഴിഞ്ഞിട്ടൊന്ന് കിടക്കും, ഫ്രൈഡേ ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ അതാ മോർണിംഗ് ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിട്ട് എണീക്കുക എന്നുള്ളത്. അപ്പോൾ പ്രയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കിടന്ന് ഒന്ന് ലേറ്റായിട്ട് എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കർട്ടൻസൊക്കെ ഒന്ന് നീക്കി വെക്കുന്നുണ്ട്, സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മോർണിംഗ് കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നല്ല ലൈറ്റിനും കാര്യങ്ങളും വരും. നമ്മുടെ ഇവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ലൈറ്റ് വന്ന് തുടങ്ങും കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തത്തെ വിഷ്വൽസാണ് ഇത്. നമ്മളെ ഗാർഡനാണ് വരുന്നത്. ഇതാണ് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്, കുറച്ച് ഒന്ന് കാറ്റും നമുക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇതൊക്കെ ഗാർഡനിലെ ചെടികളാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല അലർജിക്കാണ്, തുമ്മലാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വരും, എന്താ ചെയ്യുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാണ്ട് ബേബി എണീച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്കിന്ന് കുറച്ച് ലേസിയാണ് കേട്ടോ. അതായത് ലേസി വേറൊന്നുണ്ടല്ല, അലർജിക്കായതുകൊണ്ടാണ്, തുമ്മൽ ഇളക്കിയിട്ടുണ്ട്. മോർണിംഗിന് ഈ അലർജി ഉള്ളവർക്കറിയാം, മോർണിംഗ് നെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നോക്കണം, ദിവസം ഫുൾ കണക്കാം. അപ്പോൾ ഏതായാലും നോക്കാം, എന്തെങ്കിലും പോയി നോക്കട്ടെ, എന്തായാലും അതിനനുസരിച്ച് സെറ്റാക്കാം. നമുക്ക് ബേബിനെ ഉണർത്തി വെക്കാം, കാരണം അവൻ ഉറങ്ങാണ്. എന്തായാലും വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തേജി നല്ല ഉറക്കലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആളൊന്ന് വിളിക്കണം, എണീപ്പിക്കണം. വേഗം ഞങ്ങൾ ബ്രഷ് ചെയ്യും ഇല്ലേ ബാബ? ചേച്ചിക്ക് ന്യൂ ബ്രഷ് ന്യൂ ബ്രഷ് കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പിങ്കി ബ്രഷിന് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. മൗണ്ടൈസിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് റോഷിയാണ് വരുന്നത്, റോഷി മസൂറാണ് കേട്ടോ.
മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പത്തിരിൻ്റെ പരത്തണ, അതായത് വലിയ റോഷൊക്കെ പരത്തുന്ന യൂസ് ചെയ്യുന്ന സാധനം കേട്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മസൂണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എടുക്കാൻ വിട്ടുപോയിട്ടും. ഇതാണ് മസൂണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. തേങ്ങ, ഒനിയൻ, പിന്നെ ചില്ലി, മെയിൻ ഐറ്റം ടൂണ ഫിഷ്, ക്യാൻഡായിട്ട്, പിന്നെ ലെമൺ ജ്യൂസ് കൂടി വേണം. ചില മസൂണിയിൽ ഇവിടെ എന്ത് ചെയ്യും, മസൂണിൽ ഇതേപോലെ ഈ ഒരു ലീഫ് കൂടി ഇടയും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ഇടയുന്നില്ല. പിന്നെ ചില്ലിക്ക് പകരം ഇവരൊരു മാൽദീവിയൻ ചില്ലി ഉണ്ട്, അതാണ് ഇടയിൽ. പക്ഷേ ഞാൻ നമ്മളെ ഗ്രീൻ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര സ്പൈസിയാണ് മാൽദീവിയൻ ചില്ലി, അതുകൊണ്ടാണ് അത് ഇടയാത്ത കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ വേവിക്കുക അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എല്ലാം പാടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കും. പിന്നെ കുറച്ച് സാൾട്ടും ആഡ് ചെയ്യും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി. അതായത് ഫൈനലായിട്ട് മസൂണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് മസൂണി, ഇതാണ് റോഷി. ഇത് ഇവിടുത്തെ മെയിൻ ഒരു ഡിഷാണ് കേട്ടോ. ഇവർക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റമാണിത്. ഒരു പാർട്ടീസിലായാലും ബാക്കിലെല്ലാത്തിലും ഇതാണ് സംഭവമാണ്. മെയിനായിട്ട് ഇവർ കഴിക്കുന്ന സംഭവമാണ് കേട്ടോ ഈ റോഷി മസൂണി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബേബിക്ക് ഒരു ദോശ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. അതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ നമുക്ക് നല്ല യമൻ മന്തി ഉണ്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് യമൻ മന്തിയാണ്. ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ചിക്കൻ കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് ചിക്കനാണ്. പിന്നെ നമുക്ക് ഓയിൽ വളരെ കുറവ് മാത്രം മതി. ഇതിന് കുറേ ഇതുണ്ട് ഇതിന്. എന്താ വെച്ചാൽ ടൈമും ലാഭിക്കാം, മറ്റേ മന്തിനേക്കാട്ടിൽ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയാലും ഒക്കെ കുറവാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇൻഗ്രീഡിയൻസ് കുറവായ ടേസ്റ്റിനൊന്നും ചേഞ്ചസ് ഇല്ല, നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഒരേ ടൈമിൽ തന്നെ റൈസും ചിക്കനും കുക്കായി കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. ഇത് ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ, അല്ല എൻ്റെ റെസിപ്പി ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ എല്ലാ ചാനലുകളും കാണുന്നുണ്ട്. യമൻ മന്തി എന്ന് പറഞ്ഞിട്ട് നടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇർഫാന സംഷിർ എന്ന യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ അധിക റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അതേപോലെ ട്രൈ ചെയ്ത ഒരു ഐറ്റം കൂടിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളൊന്നൊരു ടീ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീയാണ് കുടിക്കുന്നത്, അവർക്ക് രണ്ടുപേർക്കും മില്ലോ ആണ് കേട്ടോ. അവർ ബൂസ്റ്റാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ബൂസ്റ്റ് തീർന്നു പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ ബൂസ്റ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന മില്ലോ വാങ്ങിച്ചിട്ട് അതാണ് അപ്പോൾ അവർ കുടിക്കാറ്. മോനും ഹസ്ബൻഡും അത് തന്നെയാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ടീ കുടിക്കാറുള്ളൂ. നമ്മളിന്ന് ഫ്രൈഡേ ഈവനിങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ പാർക്ക് കൊണ്ടുപോകാൻ പോവാണ് ഞങ്ങൾ. പാർക്കിൽ പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയത് കേട്ടോ. സ്കൂളാണ് കുറേ ഇതൊക്കെ സ്കൂളിൻ്റെ ഗാർഡനാണ്. അപ്പോൾ ഫ്രൈഡേത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഫ്രൈഡേ ഇവിടെ ശരിക്കും ഓഫാണ് കേട്ടോ. അപ്പോൾ ഓഫ് ഡ്യൂട്ടി അടിച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയാണ്. അതവിടെ അഭിമോനക്കട കളിക്കുന്നുണ്ട്. കഴിഞ്ഞോ?
കയറാനുണ്ടോ? ഇതിലേതാ? ഇത് കംപ്ലൈന്റ് ആണല്ലോ. ആ അതിൽ കയറാനുണ്ട്. ആ ഓക്കെ 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 ഓക്കെ. ഗുഡ് ബോയ്. നീ ബ്ലൂ കൂടെ വരാ? ഓക്കെ. നീ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയില്ലേ? എല്ലാന്റെ ഉള്ളിൽ കൂടെ പോയില്ല? അപ്പോ ശ്രദ്ധിച്ച് വരണേ. എന്താക്കണേ? ആയതാ? അത് ഇവിടെ അല്ലല്ലേ, അപ്പുറത്താ. അവിടെ ആയിരുന്നു. ആ മേലാണ്. ഞാൻ ഡൗൺ ആയി വാ. വാ ഡൗണിലൂടെ വാ. സ്ലൈഡ് ചെയ്യ്. ഇത് വരാൻ അറിയൂ. ആ കം. ഓക്കേ. സൂപ്പർ ബോയ്. കണ്ടേ. ആ ഓക്കേ ഓക്കേ. ഇപ്പോ നമുക്ക് മതിയില്ലേ? അപ്പോൾ അതിലൊരാളുടെ ഗൈസ് കണ്ടോ ഗ്രീൻ കളറിൽ ഇഗ്വാന. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ഇതിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ കൂട്ടിൽ കയറിയിട്ടുണ്ട് കുറേ ആൾക്കാർ. മേലൊക്കെ ഉണ്ട്, പല കളേഴ്സിൽ വരുന്നുണ്ട്. ബ്ലൂന്ന് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മാൽദീവ്സിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ തേഴ്സ്ഡേ നൈറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ ചിലപ്പോൾ നമ്മളിനി ബീച്ചിലായിരിക്കും പോവുക. അപ്പോൾ ഏതായാലും ഇനി കാണിച്ചു തരേണ്ട വീഡിയോ വരുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.